കേരള തമിഴ്നാട് അതിർത്തിയിൽ യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം തുടരുകയാണ്. കളിയിക്കാവുള്ള ഒറ്റാമരത്ത് വെച്ച് ഉണ്ടായ കൊലപാതകം പണത്തിനു വേണ്ടിയാണെന്ന് സൂചന കിട്ടുന്നു. ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം കൈമനം സ്വദേശി ദീപുവിനെ കാറിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കേരള തമിഴ്നാട് അതിർത്തി കളിയിക്കവിള ഒറ്റാമരം എന്ന സ്ഥലം. അർദ്ധരാത്രി 12 മണിക്ക് ദുരൂഹ സാഹചര്യത്തിൽ സമീപത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാർ ഒരു കാർ കാണുന്നു. റോഡരികിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ ഹസാർഡ് ലൈറ്റും തെളിച്ച് ഏറെ നേരമായി കിടക്കുന്ന കാറിൽ സംശയം കൊണ്ടാണ് അവർ നോക്കിയത്. കാറിൽ കണ്ട കാഴ്ച നടുക്കുന്നതായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ട നിലയിൽ ഒരാൾ. വിവരമറിഞ്ഞ കളിയിക്കവിള പോലീസ് സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. കാറിലുണ്ടായിരുന്നത് തിരുവനന്തപുരം കൈമനം സ്വദേശി ദീപു ആണെന്ന് കണ്ടെത്തി. JCB വാങ്ങാനായി കോയമ്പത്തൂരിലേക്ക് പോകും വഴിയായിരുന്നു ദീപു കൊല ചെയ്യപ്പെട്ടത്. അല്ല, ഈ കൂടെ ഉണ്ടായി എന്നുള്ളതൊക്കെ ഞങ്ങൾ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വന്നു. ഇവിടെയൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ പലരും പറഞ്ഞറിഞ്ഞതാണ്. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ആരാണ് അവിടെ നിന്ന് വഴിയിൽ നിന്ന് കയറിയിട്ടുണ്ടോ കയറിയിട്ടില്ലയോ അല്ലെങ്കിൽ ആരാണ് കൂടെ ഉണ്ടായിരുന്നതെന്നും ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു കേൾക്കുന്നതാണിത്. പൈസ ഉണ്ടായിരുന്നു, പൈസ അയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്കറിയാം. അയാളുടെ മാനേജർ നല്ലൊരു പാർട്ട് ഇന്നലെ ബാങ്കിൽ നിന്ന് വിഡ്രാ ചെയ്തിട്ടാണ് ഈ ആവശ്യത്തിന് അയാളുടെ കൈ കൊടുത്തത്. മാനേജർക്കറിയാം. കോറിയുടമയായ ദീപു ഇപ്പോൾ ചെയ്യുന്നത് JCB വിൽപ്പനയാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള JCBകൾ നാട്ടിലെത്തിച്ച് അറ്റകുറ്റപ്പണി നടത്തി കച്ചവടം ചെയ്യുകയാണ് രീതി. അങ്ങനെ ഒരു JCB വാങ്ങാനുള്ള യാത്രയാണ് കളിയിക്കവിളയിൽ അവസാനിച്ചത്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ചുറ്റുപാടുള്ള ദീപുവിന്റെ കൊലയ്ക്കു പിന്നിലെ കാരണവും മറ്റൊന്നല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണി നേരത്തെ ഉണ്ടായിരുന്നതാണ് ദീപുവിന്റെ ഭാര്യയും മകനും പറയുന്നത്. പല സമയത്തും 5 ലക്ഷവും 10 ലക്ഷവും 50 ലക്ഷം വരെയും ആവശ്യപ്പെട്ട് ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണി ദീപു നേരിട്ടിട്ടുണ്ട്. പണം തന്നില്ലെങ്കിൽ മക്കളെ അപായപ്പെടുത്തുമെന്ന ഭീഷണിയും ഉണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞത് 50 ലക്ഷം കൊടുത്തില്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. സംശയം വെച്ചാൽ മറ്റേ JCB വാങ്ങാനാണ് അയാൾ മാത്രമാണ്. JCB വാങ്ങാനായി 10 ലക്ഷം രൂപയും കയ്യിൽ കരുതിയായിരുന്നു ദീപു കോയമ്പത്തൂരിലേക്ക് യാത്ര പോയത്. വഴിയിൽ നിന്ന് സുഹൃത്തിനെയും ഒപ്പം കൂട്ടുമെന്ന് വീട്ടുകാരോട് പറഞ്ഞിരുന്നു. ദീപുവിന്റെ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി നടക്കുന്നതിന്റെ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് കാറിലേക്ക് അയാൾ കയറിപ്പോകുന്നതിന്റെ CCTV ദൃശ്യം ഉണ്ടായിരുന്നുമില്ല. കയ്യിൽ കരുതിയിരുന്ന 10 ലക്ഷം രൂപയും മൊബൈൽ ഫോണും കാറിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൊലപാതകം നടത്തിയ ശേഷം പ്രതി പണവുമായി കടന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. കന്യാകുമാരി SP സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം. 6 ടീമുകളായി തിരിഞ്ഞാണ് അന്വേഷണം. കേരള പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് നിർണായകമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും അറസ്റ്റ് നാളെയോടെ ഉണ്ടാകുമെന്നും SP സുന്ദരവദനം വ്യക്തമാക്കി. എല്ലാ വശങ്ങളും പരിശോധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതിക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുൾ ഉടൻ അഴിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.